നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവാക്യം. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നിത്യപിതാവിൻ്റെ പരിപൂർണതയിലേക്ക്, പരിശുദ്ധിയിലേക്ക് കർത്താവ് ഈശോ മിശിഹ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് പിതാവിനോളം പരിശുദ്ധി പ്രാപിക്കുവാൻ, പരിപൂർണത പ്രാപിക്കുവാൻ സാധിക്കുക? ഓരോരുത്തർക്കുമുള്ള ദൈവ വിളിയും നിയോഗവും തിരിച്ചറിഞ്ഞ് ഓരോരുത്തരിലും അവരിലൂടെയും നിറവേറേണ്ട ദൈവത്തിൻ്റെ ഹിതമെന്താണോ അത് തിരിച്ചറിഞ്ഞ് പരിപൂർണമായും അതിനോട് വിശ്വസ്തത പുലർത്തുക. അങ്ങനെ നമുക്കും ഈശോ ക്ഷണിക്കുന്ന പരിശുദ്ധിയിലേക്ക്, പരിപൂർണതയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. കത്തോലിക്ക തിരുസഭയുടെ ഇന്നുവരെയുള്ള ചരിത്രത്തിൽ ആരെല്ലാം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം വിശുദ്ധരായി തീർന്നിട്ടുണ്ടോ, അവരൊക്കെ തങ്ങളുടെ വിളിയും നിയോഗവും തിരിച്ചറിഞ്ഞവരും പൂർണ്ണമായും അതിനോട് വിശ്വസ്തത പുലർത്തി പരമാവധി വിളിയും നിയോഗവും നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഇന്ന് നമ്മൾ അപ്രകാരമുള്ള ഒരു പുണ്യാത്മാവിനെ ഒന്ന് ധ്യാന വിഷയമാക്കാൻ ശ്രമിക്കുന്നു. വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. പ്രിയപ്പെട്ടവരെ, തനിക്ക് ലഭിച്ച ദൈവവിളിയോട് 100% വിശ്വസ്തത പുലർത്തിയ, തന്നിലും തന്നിലൂടെയും നിറവേറേണ്ട ദൈവീക പദ്ധതികൾ 100% വിശ്വസ്തതയോടെ നിറവേറ്റിയ പുണ്യാത്മാവാണ് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളിയും നിയോഗവും? ഒരു ദേശത്തെ മുഴുവനും ആത്മീയമായും ഭൗതികമായും നവോത്ഥാനത്തിലേക്ക് നയിക്കുക എന്നുള്ള വലിയ നിയോഗം ജീവിതത്തിൽ സ്വീകരിച്ച വ്യക്തിയായിരുന്നു വിശുദ്ധനായ ചാവറ പിതാവ്. 1805 ജനിച്ച് 1871 തൻ്റെ 66-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയോട് വിട പറഞ്ഞ് നിത്യപിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായ വിശുദ്ധനായ ചാവറ പിതാവ് 66 വർഷം മാത്രം നീണ്ടുനിന്ന ഹ്രസ്വമായ തൻ്റെ ജീവിതകാലം കൊണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ 660 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാലും സാധാരണ മനുഷ്യർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കാത്ത അത്രത്തോളം കാര്യങ്ങളാണ് തൻ്റെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും മുത്തശ്ശി കഥ പോലെ, ഇതിഹാസം പോലെ അവിശ്വസനീയം എന്ന് തോന്നിപ്പിക്കുന്ന, അമ്പരപ്പ് ഉളവാക്കുന്ന അത്രത്തോളം കാര്യങ്ങളാണ് അദ്ദേഹം ഭൗതിക മേഖലയിലും ആധ്യാത്മിക മേഖലയിലും ഒരുപോലെ സംഭാവനയായി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞാൽ പോലും ഈ അരമണിക്കൂർ പ്രഭാഷണത്തിൽ അത് പറഞ്ഞു തീർക്കുക സാധ്യമല്ല. അത്രത്തോളമുണ്ട് അദ്ദേഹം നൽകിയ സംഭാവനകൾ. എങ്കിലും പ്രധാനപ്പെട്ട ഏതാനും ചില മേഖലകൾ മാത്രം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ആധ്യാത്മിക മേഖലയിൽ അദ്ദേഹം നൽകിയ വലിയ സംഭാവനകൾ. പ്രിയപ്പെട്ടവരെ, ആത്മീയമായി ഒരു ദേശത്തെ മുഴുവനും സമുദ്ധാരണത്തിലേക്ക് നയിക്കുവാൻ, ഉണർവിലേക്ക് നയിക്കുവാൻ അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമതായി, ഭാരതത്തിൽ ആദ്യമായി 2 ഏകദേശീയ സന്യാസ സഭകൾക്ക് രൂപം കൊടുത്തത് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ്. നമുക്കറിയാം, സാക്ഷാൽ തോമാസ് ലീഹായിൽ നിന്ന് വിശ്വാസത്തിൻ്റെ പൈതൃകം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഭാരതത്തിലെ കത്തോലിക്കർ. കർത്താവിൻ്റെ ചങ്കിൽ തൊട്ടറിഞ്ഞ വിശ്വാസത്തെ ഈ മണ്ണിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധനായ അപ്പസ്തോലനായ തോമാസ് ലീഹ,
അദ്ദേഹം കൊളുത്തിവെച്ച വിശ്വാസത്തിൻ്റെ ദീപശിഖയെ സ്വീകരിക്കുവാൻ ഭാരത മക്കൾക്ക് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ നോക്കുമ്പോൾ 2000 വർഷത്തെ പാരമ്പര്യമാണ് ഭാരത കത്തോലിക്കർക്ക് അവകാശപ്പെടാനായി ഉള്ളത്. എന്നാൽ 2000 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോഴും പേരിന് പോലും ഒരു വിശുദ്ധനില്ലല്ലോ, വിശുദ്ധയില്ലല്ലോ എന്ന ഒരു സങ്കടം വിശുദ്ധനായ ചാവറ പിതാവിൻ്റെ ഹൃദയത്തിൽ വേദനയായി പടരുകയാണ്. മച്ചിയായ കേരള സഭയ്ക്ക് വിശുദ്ധരുണ്ടാകണമെന്ന വലിയൊരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉദിക്കുകയാണ്. 2000 വർഷമായിട്ടും ഭാരതസഭയ്ക്ക് വിശുദ്ധരില്ലല്ലോ എന്ന ചിന്ത, വിശുദ്ധരില്ലല്ലോ എന്ന വേദന ഹൃദയത്തെ മുറിപ്പെടുത്തിയപ്പോൾ, ആ വേദനയും മുറിവും ഒരു സ്വപ്നത്തിലേക്ക് വഴിമാറിയപ്പോൾ, ആ സ്വപ്നം വ്യക്തമായ കർമ്മ പദ്ധതികളിൽ ഊന്നിയ പരിപാടികൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ഭാരതത്തിൽ സംഭവിച്ച മഹാ അത്ഭുതമാണ് ഭാരതത്തിൽ ആദ്യമായി 2 ഏകദേശീയ സന്യാസ സഭകളുടെ ഉത്ഭവം. പുരുഷന്മാർക്കായി CMI സന്യാസ സഭയും സ്ത്രീകൾക്കായി CMC സന്യാസിനി സഭയും. തൻ്റെ ആത്മീയ പിതാക്കന്മാരായിരുന്ന പോരൂക്കരയച്ചനോടും പാലക്കലച്ചനോടും ഒപ്പം ചേർന്ന് അദ്ദേഹം ഇതാ CMI സഭയ്ക്ക് ആരംഭം കുറിക്കുന്നു. തുടർന്ന് ഏതാനും നാളുകൾക്ക് ശേഷം CMC സഭയ്ക്കും ആരംഭം കുറിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി അദ്ദേഹം നടത്തിയ വലിയ സംഭാവന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ ജീവിത കാലദൈർഘ്യത്തിനുള്ളിൽ അദ്ദേഹം 7 ആശ്രമങ്ങൾ സ്ഥാപിക്കുകയാണ്. മാന്നാനം, കൂനമ്മാവ്, എൽത്തുരുത്ത്, അമ്പഴക്കാട്, പുളിങ്കുന്ന്, വാഴക്കുളം, ഇങ്ങനെ മുത്തോലി, ഇങ്ങനെ 7 സ്ഥലങ്ങളിലായി അദ്ദേഹം ആശ്രമങ്ങൾ സ്ഥാപിക്കുകയാണ്. ആശ്രമങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന അനുഭവം ദൈവകൃപ സ്വീകരിക്കുന്ന സന്യസ്തരും ആ ദൈവകൃപ ദൈവജനത്തിലേക്ക് ഒഴുക്കുക എന്ന ലക്ഷ്യത്തോടെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് കൂടെ അദ്ദേഹം ആരംഭം കുറിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവന, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഭാരതത്തിൽ വൈദിക പരിശീലനത്തിനായി പൊതുവായൊരു സെമിനാരി ഉണ്ടായിരുന്നില്ല. ഒരു പൊതു സെമിനാരി അദ്ദേഹമാണ് ഭാരതത്തിൽ ആദ്യമായി സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവന, പൊതുവായൊരു വിശ്വാസ പരിശീലന കേന്ദ്രം സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു വിശ്വാസ പരിശീലന കേന്ദ്രത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയാണ്. എന്നു മാത്രമല്ല, സുറിയാനി ക്രിസ്ത്യാനികളുടെ ആത്മീയമായ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും നവോത്ഥാനത്തിനും വേണ്ടി അദ്ദേഹം ഇടവകകൾ തോറും വാർഷിക ധ്യാനങ്ങൾ സംഘടിപ്പിക്കുകയാണ്, അതിന് തുടക്കം കുറിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ആശ്രമത്തിലെ വൈദികർക്ക് അതിനുവേണ്ടി പരിശീലനം നൽകുകയും ഓരോ ഇടവകയിലും വർഷത്തിലൊരിക്കൽ ധ്യാനങ്ങൾ സംഘടിപ്പിക്കുവാൻ ഇതാ തൻ്റെ വൈദികരെ അതിനായി പറഞ്ഞുവിടുകയും ചെയ്യുന്ന വിശുദ്ധനായ ചാവറ പിതാവ്. എന്നു മാത്രമല്ല, വൈദികരുടെ വിശുദ്ധീകരണത്തിനും നവീകരണത്തിനും വേണ്ടി വൈദികർക്കായി ആദ്യമായി ഭാരതത്തിൽ, സുറിയാനി വൈദികർക്ക് ആദ്യമായി ഭാരതത്തിൽ ധ്യാനങ്ങൾ ആരംഭിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ്. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ ഞായറാഴ്ച വിശുദ്ധ ബലിമധ്യേ നടക്കുന്ന ഞായറാഴ്ച പ്രസംഗങ്ങൾ ആരംഭിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ്. ആദ്യമായി 40 മണിക്കൂർ ആരാധന ഭാരത മണ്ണിൽ ആരംഭിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ്. പ്രിയപ്പെട്ടവരെന്നു മാത്രമല്ല, കുരിശിന്റെ വഴി എന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ത അഭ്യാസം ഭാരതത്തിൽ ആദ്യമായി ആരംഭിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ്. പരിശുദ്ധ മാതാവിനോടുള്ള മെയ് മാസ വണക്കത്തിന് സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ, കേരള ജനതയ്ക്കിടയിൽ ആരംഭം കുറിക്കുന്നതും വിശുദ്ധനായ ചാവറ പിതാവാണ്. എന്നു മാത്രമല്ല, കുർബാന ക്രമം, കാനോന നമസ്കാരം, കുർബാന കലണ്ടർ, മരിച്ചവരുടെ ഓർമ്മ തുടങ്ങിയ ആരാധന ക്രമ നവീകരണങ്ങളെല്ലാം നടത്തുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ്. പ്രിയപ്പെട്ടവരെ, കേരള സഭയിലെ ആദ്യത്തെ ആത്മായ സംഘടനയായ
വിശുദ്ധ ഔസേ പിതാവിൻ്റെ നന്മരണ സഖ്യം എന്ന സംഘടന ആരംഭിക്കുന്നതും വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ഇങ്ങനെ ആത്മീയ മേഖലകളിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ, ഇതിൽ തന്നെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ മഹാഭൂരിപക്ഷം കാര്യങ്ങളും ഭാരതത്തിൽ തന്നെ ആദ്യമായി സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നുകൂടെ ഓർത്തു വെക്കുക പ്രിയപ്പെട്ടവരെ. ഇതിനേക്കാൾ എല്ലാറ്റിലും ഉപരിയായി സുറിയാനി ക്രിസ്ത്യാനികൾ ഏറ്റവും അധികമായി വിശുദ്ധനായ ചാവറ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നത് വലിയ 2 ശീശ്മകളിൽ നിന്ന് സഭ സംരക്ഷിക്കപ്പെട്ടത് ചാവറ പിതാവിലൂടെയാണ് എന്ന കാരണത്താലാണ്. പ്രിയപ്പെട്ടവരെ, കേരള സഭയെ, സുറിയാനി സഭയെ ആകമാനം പിടിച്ചുകുലുക്കിയ ഒരു സംഭവ വികാസമായിരുന്നു റോക്കോ ശീശ്മയും മേലു ശീശ്മയും. റോക്കോസ് എന്ന പേരുള്ള ഒരു മെത്രാൻ പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടു കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കള്ളം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരികയും സുറിയാനി ക്രിസ്ത്യാനികളെ മുഴുവനും തൻ്റെ ആത്മീയ അധികാരത്തിന് കീഴിലാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളിൽ 80% പേരും, എന്ന് വെച്ചാൽ 80% വരുന്ന ദേവാലയങ്ങൾ പൂർണ്ണമായും, ബാക്കി വരുന്ന ദേവാലയങ്ങൾ, പകുതിയോളം ദേവാലയങ്ങൾ ഭാഗികമായും ഈ ശീശ്മയിൽ പെട്ടുപോവുകയാണ്. എന്നാൽ അദ്ദേഹം വന്നത് പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടു കൂടെയാണോ അല്ലയോ എന്ന് വ്യക്തമായി അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ സംശയം തോന്നിയ വിശുദ്ധനായ ചാവറ പിതാവ് സത്യാവസ്ഥ അറിയുന്നതുവരെ സംയമനം പാലിക്കുവാൻ ജനത്തോട് ആവർത്തിച്ച് പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ആവശ്യപ്പെടുന്നു. റോമാ സിംഹാസനത്തിലേക്ക് എഴുത്തുകൾ എഴുതി ക്ഷമയോടെ പ്രാർത്ഥനയോടെ മറുപടിക്കായി കാത്തിരുന്ന് അവസാനം ഈ വലിയ ശീശ്മയിൽ നിന്ന് ഇതാ കേരള ജനതയെ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളെ കാത്തു സംരക്ഷിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ കത്തോലിക്കരാണ് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടി ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ, കൂദാശകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കിക്കൊള്ളുക, അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിനോടാണ്. അല്ലെങ്കിൽ നമ്മൾ ആരും ഇന്ന് കേരളത്തിൽ സുറിയാനി കത്തോലിക്കർ ആരും തന്നെ സുറിയാനി കത്തോലിക്കർ എന്ന നാമം വഹിക്കാൻ അല്ലെങ്കിൽ ആ വിശേഷണം സ്വീകരിക്കാൻ അർഹരല്ലാത്ത വിധത്തിൽ മറ്റേതെങ്കിലും വിഭാഗങ്ങളിൽ പെട്ടുപോകുമായിരുന്ന വലിയൊരു ദുരന്തം കടന്നു വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിന് കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനായ ചാവറ പിതാവിനോടാണ്. അതിനുവേണ്ടി അദ്ദേഹം സഹിച്ച മാനസിക ക്ലേശങ്ങൾ, ശാരീരിക ക്ലേശങ്ങൾ, സഭാ നൗക ഈ വലിയ കൊടുങ്കാറ്റിൽ തകർന്നു പോകാതിരിക്കാൻ, സഭാ നൗക ഈ വലിയ തിരമാലയിൽ താഴ്ന്നു പോകാതിരിക്കാൻ വിശുദ്ധനായ ചാവറ പിതാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ വിധത്തിൽ സഭയെ രക്ഷിക്കാൻ, ഭാരതത്തിലെ സുറിയാനി കത്തോലിക്ക സഭയെ രക്ഷിക്കുവാൻ ഇടവന്നത് എന്ന കാര്യം ഏറെ നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഓർക്കേണ്ട യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സംഭാവന നൽകപ്പെട്ടിരിക്കുന്നത് സാഹിത്യ മേഖലയിലാണ്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമതായി മലയാള ഭാഷയിലെ തന്നെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി അംഗീകരിക്കപ്പെടുന്ന, മലയാള ഭാഷയിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി അംഗീകരിക്കപ്പെടുന്ന അനസ്തസ്യായുടെ രക്തസാക്ഷിത്വം രചിച്ചത് വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ നാടകം, ഇടയ നാടകം എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളതും വിശുദ്ധനായ ചാവറ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ, ഒരുപാട് പദ്യങ്ങൾ, ഒരുപാട് കവിതകൾ, ഒരുപാട് നളാഗമങ്ങൾ, എഴുത്തുകൾ, അങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നത് കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും നവീകരണത്തിനും വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ, ചാവരുൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നല്ലൊരു പാരമ്പര്യമുണ്ട്. ഒരു അപ്പൻ രോഗശയ്യയിൽ കിടക്കുമ്പോൾ, പ്രത്യേകിച്ചും മരിക്കാനുള്ള ദിവസങ്ങൾ അടുക്കുമ്പോൾ തൻ്റെ മക്കളെയെല്ലാം വിളിച്ചുകൂട്ടി അവസാനമായി കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, ഒരു സന്ദേശമുണ്ട്. ഒട്ടുമിക്കവാറും മക്കൾ അപ്പൻ നൽകുന്ന ഈ അന്ത്യ ഉപദേശം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ സ്വീകരിക്കുകയും മരണം വരെ അത് പാലിക്കാനായി മിക്കവാറും മക്കളൊക്കെ പരിശ്രമിക്കുകയും ചെയ്യും. ഇതിനെ നമ്മൾ ചാവരുൾ എന്ന പേരിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം.
പ്രിയപ്പെട്ടവരെ, ഇതാ വിശുദ്ധനായ ചാവറ പിതാവ് തൻ്റെ ജീവിത സായാഹ്നത്തിൽ തൻ്റെ ആത്മീയ സന്താനങ്ങളായ സഭാമക്കൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി എഴുതിയ മനോഹരമായൊരു കൃതിയാണ് ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മനോഹരമായ കൃതി. നമുക്ക് അത്ഭുതം തോന്നാം. 150 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം അത് എഴുതിയത്. ഈ 150 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം എഴുതിയ ഈ നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന കൃതി ഇന്നും എടുത്ത് പരിശോധിക്കുക, ഓരോന്നും എടുത്ത് വായിച്ചു നോക്കുക. അദ്ദേഹം പരാമർശിക്കുന്ന കാര്യങ്ങൾ എത്രയോ റെലവൻ്റ് ആയ കാര്യങ്ങളാണ്. എത്രയോ ഈ കാലഘട്ടത്തിൽ അതിൽ ഒരു വാക്കുപോലും മാറ്റിവെക്കാനില്ലാത്ത വിധത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഇന്നും ഏറെ പ്രാധാന്യത്തോടെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും കുടുംബവും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട, കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ, മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുകളയാതെ മനോഹരമായി അദ്ദേഹം എഴുതി തയ്യാറാക്കിയ കൃതിയാണ് ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതി. അത്ഭുതം തോന്നാം. 150 വർഷങ്ങൾക്ക് മുൻപ് ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം എഴുതി വെച്ച കാര്യങ്ങൾ അന്നും ഇന്നും എന്നും എല്ലാ കാലത്തും പ്രസക്തമായ കാര്യങ്ങൾ. അത് മാത്രം വായിച്ച് ധ്യാനിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഓരോ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളായി മാറും. അത്രത്തോളം മനോഹരമായി അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എടുത്ത് ഒരു ധ്യാന പ്രസംഗത്തിന്റെ വിഷയമാക്കാൻ സാധിക്കുമാറ് അത്രത്തോളം ആഴത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് എഴുതി വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇനി മൂന്നാമതായി അദ്ദേഹത്തിന്റെ വലിയ സംഭാവന സാമൂഹ്യ മേഖലയിലാണ്. ഇതുവരെ പറഞ്ഞത് പ്രധാനമായും കത്തോലിക്കർക്ക് വേണ്ടി അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ള സംഭാവനകളാണെങ്കിൽ, സാമൂഹ്യ മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കേവലം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല, എല്ലാ ജനപദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള, ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ലിംഗമെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവർക്കുമായി അദ്ദേഹം നൽകിയ സംഭാവനയാണ് സാമൂഹിക മേഖലയിലുള്ള സംഭാവനകൾ. എന്തൊക്കെയാണത്? അദ്ദേഹമാണ് ആദ്യത്തെ സുറിയാനി കത്തോലിക്കരുടെ ആദ്യത്തെ വികാരി ജനറലായി അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തി, സുറിയാനി ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ വികാരി ജനറൽ. അങ്ങനെ അദ്ദേഹം സ്ഥാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, ഈ അധികാരം മുഴുവനും ജനത്തിന്റെ നവോത്ഥാനത്തിനും നവീകരണത്തിനും വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി പ്രഖ്യാപിക്കുന്ന കൽപ്പന ഇതായിരുന്നു: എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ വേണം. ഇതൊരു കൽപ്പനയായിരുന്നു. എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ അഥവാ വിദ്യാലയങ്ങൾ ആവശ്യമാണ്. അത് നിർബന്ധമായും അദ്ദേഹം അനുശാസിക്കുകയാണ്, കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഏതെങ്കിലും ദേവാലയങ്ങൾ, ഏതെങ്കിലും പള്ളികൾ ഇപ്രകാരം വിദ്യാലയം ആരംഭിക്കാൻ തയ്യാറായില്ല എങ്കിൽ ആ പള്ളികൾക്ക് അംശമുടക്ക് പ്രഖ്യാപിക്കുക കൂടെ ചെയ്തുകൊണ്ട് ശക്തമായൊരു കൽപ്പന അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം കേരളം വിദ്യാഭ്യാസത്തിൽ ഭാരതത്തിൽ തന്നെ ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്തിനേറെ പറയുന്നു, മറ്റ് വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ രീതികളോട് തുലനം ചെയ്യുമ്പോൾ, ഒരുപക്ഷെ അമേരിക്കയിലെയും യൂറോപ്പിലെയും വിദ്യാഭ്യാസത്തോട് തുലനം ചെയ്യുമ്പോൾ പോലും അതിനോട് കിടപിടിക്കുന്ന അത്രത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു നാടാണ് കേരളമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താ അതിൻ്റെ കാരണം? അതിന് ഏറ്റവും കൂടുതലായി നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് വിശുദ്ധനായ ചാവറ പിതാവിനോടാണ്. ഓരോ ദേവാലയങ്ങളോടും ചേർന്ന്, ഓരോ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ വേണം, വിദ്യാലയങ്ങൾ വേണമെന്ന് അദ്ദേഹം നിർബന്ധ ബുദ്ധിയ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇതാ നാടുനീളെ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള തുടക്കം അവിടെ ഇതാ അത് ആരംഭം കുറിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്ന് മാത്രമല്ല, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായി അദ്ദേഹം വിദ്യാലയങ്ങൾ തുടങ്ങുന്നുണ്ട്. അന്നൊന്നും പെൺകുട്ടികൾക്ക് പഠിക്കാൻ അനുവാദം പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമാണെന്ന് കൂടെ ഓർക്കുക. പെൺകുട്ടികൾക്ക് താമസിച്ചു പഠിക്കാൻ ബോർഡിംഗ് ഹൗസ് ഭാരതത്തിൽ തന്നെ ആദ്യമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത് അദ്ദേഹം ആരംഭം കുറിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു സംസ്കൃത വിദ്യാലയത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നുണ്ട്. നമുക്കറിയാം, സംസ്കൃത ഭാഷ വേദഭാഷയായി അംഗീകരിക്കപ്പെടുന്നു. വേദഭാഷയായ സംസ്കൃത ഭാഷ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിലൊക്കെ അധകൃതരായ വ്യക്തികൾ വേദഭാഷയായ സംസ്കൃതം അല്ലെങ്കിൽ വേദങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അറിയാതെ പോലും കേൾക്കുന്ന അധകൃതരുടെ ചെവികളിൽ ഈയമുരുക്കി ഒഴിക്കണമെന്ന കൽപ്പന നിലനിന്നിരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടായിരുന്ന ഒരു നാട്ടിലാണ്, ഒരു കാലഘട്ടത്തിലാണ് ഇതാ എല്ലാവർക്കും വേണ്ടി
ഈ വിശുദ്ധനായ പുണ്യാത്മാവ് സംസ്കൃത വിദ്യാലയം ആരംഭിക്കുന്നത്. ബ്രാഹ്മണരെന്നോ ക്ഷത്രിയരെന്നോ ശൂദ്രനെന്നോ വ്യത്യാസം കൂടാതെ, അധകൃതരെന്നോ ഉയർന്ന ജാതിക്കാരെന്നോ വ്യത്യാസം കൂടാതെ, ജാതിമത വർഗവർണ്ണ ലിംഗ വ്യത്യാസം കൂടാതെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുവാൻ പരിശീലിക്കുവാൻ അദ്ദേഹം ഇതാ സംസ്കൃത വിദ്യാലയത്തിന് ആരംഭം കുറിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ മഹാവിപ്ലവം എന്നല്ലാതെ നമുക്ക് എന്താണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക? എല്ലാ മേഖലകളിൽ നിന്നും അദ്ദേഹത്തിന് ധാരാളമായി എതിർപ്പുകൾ തീർച്ചയായും വന്നിട്ടുണ്ട്. ഈ എതിർപ്പുകൾ എല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ഇതാ വിദ്യാലയം ആരംഭിക്കുന്നു. എന്താ പ്രിയപ്പെട്ടവർ അതിന്റെ കാരണം? അറിവിന്റെ വെളിച്ചത്തിലൂടെ മാത്രമേ അജ്ഞതയുടെ അന്ധകാരത്തെ അകറ്റാൻ സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തതയോടെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഭൗതികമായ ആത്മീയമായ ഒരുപോലെ നവോത്ഥാനത്തിലേക്ക് ജനതയെ നയിക്കാൻ അറിവ് ആവശ്യമാണെന്ന തിരിച്ചറിവിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയാണ്. എന്ന് മാത്രമല്ല, സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രത്യേകിച്ചെന്ന് പ്രസ്സുകളും പ്രസിദ്ധീകരണങ്ങളും ഒന്നും അച്ചടിശാലകളൊന്നും ഇല്ലായിരുന്നു. അകപ്പാടെ കേരളത്തിൽ ഉണ്ടായിരുന്നത് 2 അച്ചടി ശാലകൾ മാത്രമാണ്. ഒന്ന് സർക്കാരിൻ്റെതായിരുന്നു, രണ്ടാമത്തേത് മറ്റൊരു സഭാവിഭാഗത്തിൻ്റെതായിരുന്നു. അതിൽ നിന്ന് വരുന്ന പ്രസിദ്ധീകരണങ്ങളാകട്ടെ കത്തോലിക്കരുടെ വിശ്വാസങ്ങൾക്ക് നിരക്കാത്ത പ്രസിദ്ധീകരണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായി സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പ്രസ് ആവശ്യമാണ് എന്ന തിരിച്ചറിവില് വിശുദ്ധനായ ചാവറ പിതാവ് ഇതാ സർക്കാരിന്റെ പ്രസ്, തിരുവനന്തപുരത്തുള്ള പ്രസ് കാണാൻ വേണ്ടി പോകുന്നു. അവിടെ അനുവാദം കിട്ടാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടി. എങ്കിലും അനുവാദം വാങ്ങി അദ്ദേഹം അവിടെ ചെന്ന് ഈ പ്രസ് കാണുകയും കണ്ട പ്രസിന്റെ ചിത്രം സ്വന്തം മനസ്സിൽ ആദ്യം പതിപ്പിക്കുകയും പിന്നീട് അപ്രകാരം ഒരെണ്ണം നാട്ടിൽ വന്നതിന് ശേഷം വാഴപ്പിണ്ടിയിൽ അദ്ദേഹം തന്നെ ഉണ്ടാക്കുകയും ഈ വാഴപ്പിണ്ടിയുടെ മാതൃക ആശാരിയെ കാണിച്ച് അതുപോലൊരെണ്ണം മരത്തിൽ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഇതാ ആദ്യമായി ഒരു പ്രസ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഒരു പ്രസിദ്ധീകരണ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആരംഭിക്കുകയാണ്. അക്ഷര വെളിച്ചത്തിലൂടെ മാത്രമേ അന്ധകാരം അകറ്റുവാൻ, അജ്ഞതയുടെ ഇരുട്ടകറ്റുവാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിൽ അദ്ദേഹം ആരംഭിക്കുകയാണ് പ്രസിദ്ധീകരണങ്ങൾ. പിന്നീട് അതിലൂടെ എന്തുമാത്രം പ്രസിദ്ധീകരണങ്ങളാണ് അദ്ദേഹത്തിന് നൽകാനായിട്ട് സാധിച്ചത്. ആത്മീയമായും ഭൗതികമായും ഒരുപോലെ നവോത്ഥാനത്തിലേക്ക് നയിക്കാൻ. ഭാരതത്തിൽ തന്നെ ആദ്യത്തെ അഗതി മന്ദിരത്തിന് തുടക്കം കുറിക്കുന്നതും ഉപവിശാല, അനാഥർക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി, വിധവകൾക്ക് വേണ്ടി അഗതി മന്ദിരം, ഉപവിശാല എന്ന പേരിൽ തുടക്കം കുറിക്കുന്നതും വിശുദ്ധനായ ചാവറ പിതാവാണ്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ ആത്മീയ മേഖലയിലും സാഹിത്യ മേഖലയിലും അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ചെയ്യാൻ 66 വർഷത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യാനുള്ള സമയം, ഇതൊക്കെ ചെയ്യാൻ ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇതെല്ലാം സാധിച്ചത് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത കൃപയിൽ നിന്നാണ്. മാനുഷികമായ കഴിവുകൊണ്ട് ഇത് സാധ്യമല്ല. അദ്ദേഹം ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയുടെ മലമുകളിലായിരുന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി മാറി സ്വീകരിച്ച കൃപ മുഴുവനും ദൈവജനത്തിന് പങ്കുവെക്കാൻ, പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പ്രാർത്ഥന പ്രവർത്തനമാക്കി മാറ്റിയ വ്യക്തി, പ്രാർത്ഥനയെ പ്രവർത്തനമാക്കി മാറ്റിയ വ്യക്തി അതായിരുന്നു വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സഹനദാസനായിരുന്നു. ഒരുപാട് സഹനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. വിശുദ്ധനായ ചാവറ പിതാവ് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടാവുക. എന്നാൽ ഓർക്ക് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു സഹനദാസൻ കൂടെ ആയിരുന്നു. അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ തന്നെ വാതപ്പനി, കാലിൽ വലിയ നീര്, പഴുപ്പ്, വാർദ്ധക്യ കാലഘട്ടത്തിൽ കാഴ്ചയില്ലാതെയാകൽ, ചെന്നിക്കുത്ത്, ശരീരം മുഴുവൻ കോച്ചി വലിയൽ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗങ്ങൾ ജീവിതകാലത്ത് അദ്ദേഹം ഒരുപാട് ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പ്രത്യേകിച്ചും കാലിലെ നീരും പഴുപ്പും അതുമൂലം അദ്ദേഹം ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ കാലം വെച്ചാണ് നാടുനീളെ കേരളം മുഴുവനും നടന്ന് നന്മയുടെ വിത്ത് വിതയ്ക്കാൻ, വിശുദ്ധിയുടെ വിത്ത് വിതയ്ക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം മഠം സ്ഥാപനത്തിന് വേണ്ടിയുള്ള പണപ്പിരിവിന് വേണ്ടി പള്ളികൾ കയറി ഇറങ്ങുമ്പോൾ ചേരാനൂരിൽ പള്ളിയിൽ വെച്ച് വാതപ്പനി കലശലാവുകയും ബോധക്ഷയം സംഭവിക്കുകയും 2 ദിവസം ബോധമില്ലാതെ കിടക്കുകയും പിന്നീട് നാട്ടുകാരാണ് അദ്ദേഹത്തെ കൂനമ്മാവിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അത്രത്തോളം വാതപ്പനി മൂലം അദ്ദേഹം ക്ലേശം അനുഭവിച്ചിരുന്നു. പതിരുവാദ പ്രൊപ്പഗാന്ത സംഘങ്ങൾ പക്ഷം ചേർന്ന് തമ്മിലടിക്കുന്ന ഭരണങ്ങാനത്ത് ഇടവകയിലേക്ക് ഒത്തുതീർപ്പിന് വേണ്ടി ചെല്ലുന്ന വിശുദ്ധനായ ചാവറ പിതാവ് തിരിച്ച്
വള്ളക്കടവിലേക്ക് വരുമ്പോൾ നടക്കാൻ സാധിക്കാതെ, കാലിലെ നീരും പഴുപ്പും കാരണം നടക്കാൻ സാധിക്കാതെ ആളുകൾ എടുത്ത് ഇതാ കടവിലേക്ക് കൊണ്ടുവരുന്ന സംഭവവും ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാകുന്നത് വിശുദ്ധനായ ചാവറ പിതാവ് ഒത്തിരിയേറെ രോഗങ്ങൾ മൂലം ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന്. ഒത്തിരി അദ്ദേഹം ശാരീരികമായ വേദനകൾ അനുഭവിച്ചിരുന്നു എന്ന് മാത്രമല്ല മാനസികമായ വ്യഥകൾ എത്രയോ ആഴത്തിലുള്ളതായിരുന്നു, വലുതുള്ളതായിരുന്നു. ശീഷ്മകൾ ഉണ്ടാക്കിയ മാനസിക ക്ലേശങ്ങൾ ഒരു വശത്ത്, കൊച്ചുനാളിൽ തന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും മരിച്ചുപോയ വേദനകൾ മറുവശത്ത്, സ്വന്തം ഇടവക ജനത്തിന്റെ തിരസ്കാരണങ്ങൾ, ഇങ്ങനെ പല പ്രകാരത്തിൽ മാനസികമായും അദ്ദേഹം ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നു. എന്തായാലും പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ സഹനങ്ങളും പ്രാർത്ഥനകളും അദ്ദേഹം കൃപകളാക്കി പ്രവർത്തനങ്ങളാക്കി മാറ്റി. ഈ പുണ്യപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്താണ് വിളിയും നിയോഗവും അത് തിരിച്ചറിഞ്ഞ് വിശുദ്ധി പ്രാപിക്കുവാൻ വിശുദ്ധനായ ചാവറ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ചാവറ പിതാവ് നമുക്കായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.